Radwas recipes. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളിയായിട്ടുള്ളൊരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റെസിപ്പി ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. ഇതിനായിട്ട് ഞാൻ 200 ഗ്രാം കൂന്തൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം കൂന്തൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന പാനിലാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിനായിട്ട് വേറെ പാനൊന്നും ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കണില്ല. അപ്പോൾ കൂന്തൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അടച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ആട്ടോ എടുത്തിട്ടുള്ളത്. 3 കൂടി ഒന്നിച്ച് ചതച്ചെടുത്തിട്ട് 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് 1.5 സവാള ഇട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് ഉള്ള ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ കൂന്തലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം പൊടിച്ചതും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചമുളക് ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം എരിവുണ്ട്. അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി സവാളയും മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പം ഞാൻ അടച്ച് വേവിച്ചതിന് ശേഷം ഉള്ളതാട്ടോ അത്. നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത കൂന്തലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അതാണ് എൻ്റേത്. കുറച്ച് കൂന്തൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ കൂന്തലും സവാളയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഞാൻ അതാ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.